അല്ലാതെ നമ്മൾ ആലോചിക്കുമ്പോൾ ചാനൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ടെക്നിക്കലി ഇപ്പോൾ പറഞ്ഞ ദൂരമില്ല, ടെക്നിക്കലി വളരെ അടുത്താണ്. ഇപ്പോൾ ഞാൻ ഇതിന് അവസാനം ഞാൻ വർക്ക് ചെയ്തിരുന്ന ടി വി ചാനലിൽ IMX എന്നുള്ള ഫോമാറ്റിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുക, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ. ഈ IMX ആക്ച്വലി നമ്മുടെ 2K റെസൊല്യൂഷൻ അടുത്തുള്ള ഒരു ഫോമാറ്റാണ്. അതൊന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സിനിമ തന്നെ ആക്കാം. ആ ഒരു നമ്മൾ ടെലിവിഷനിൽ ചെയ്യുന്ന എന്തും ഒരു തിയേറ്ററിൽ വളരെ ക്ലാരിറ്റിയോടെ നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കലി ഇത് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ റെഡ് എപ്പിക് എന്നോ MX എന്നൊക്കെ പറയുന്ന ക്യാമറയും ഒക്കെ നമ്മുടെ ടെലിവിഷൻ ഫോമാറ്റുമായി അടുത്ത് നിൽക്കുന്ന, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നമ്മൾ ടെലിവിഷനിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും. അപ്പോൾ ടെക്നിക്കലി ഈ പറയുന്ന ദൂരമില്ല. പിന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വളരെ ദൂരമുണ്ട്. അത് നമ്മൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ജോബ് അല്ലേ, നമുക്ക് കൃത്യമായി സാലറി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജീവിതം കുറച്ചുകൂടി ഒരു ടെൻഷൻ ഫ്രീ ആണ്. ഇവിടെ ഈ സാമ്പത്തികമായ അവസ്ഥ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു നിർമ്മാതാവ് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇപ്പോൾ ഒരു 2 കോടിയോ 3 കോടി രൂപയോ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് എന്നെ വിശ്വസിച്ചിട്ടാണ് അല്ലേ. ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു പ്രോജക്റ്റിനെ വിശ്വസിച്ചിട്ടാണ്. പിന്നെ ഇതിനകത്ത് കൂടെ വരുന്ന ഒരു ഹോൾ ടീം ഈ സംവിധായകൻ എന്നുള്ള ആളെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന അതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ഈ പറയുന്ന എല്ലാവരും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും ഒക്കെ. അപ്പോൾ സിനിമയിൽ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിളായി മാറും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ ചാനലിലും ഞാൻ നമ്മുടെ ഫിലിം അവാർഡ് നൈറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ രീതിയിൽ അതിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അതിനും ആവശ്യമുണ്ട്. പിന്നെ എനിക്കിതിൽ തോന്നിയിട്ടുള്ള വേറൊരു വലിയ കാര്യം, ഇപ്പോൾ നമ്മൾ ചാനലിൽ ഞാനൊരു TV ചാനൽ 3 വർഷം ഫിലിം അവാർഡ് നൈറ്റ് തുടർച്ചയായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു അവാർഡ് നൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു 75 ലക്ഷം രൂപയായിരിക്കും അതിൻ്റെ ഒരു മാക്സിമം ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ 75 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ദിവസം രാത്രി 3 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ഈവൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പ്ലാനിംഗ് ഉണ്ട്. അതിൻ്റെ റൺ ഡൗൺ ഉണ്ടാക്കുക, ഓരോ മൊമെൻറ്റിൽ എന്ത് സംഭവിക്കും ഇതിനെക്കുറിച്ച് വളരെ ക്ലാരിറ്റി ഉണ്ടാകുക, ഈ വളരെ ദിവസങ്ങൾക്ക് മുൻപേ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുമായിട്ടുള്ള കോൺഫറൻസുകൾ അല്ലേ, അങ്ങനെ വളരെയധികം മീറ്റിങ്ങുകളൊക്കെ നടന്നിട്ടാണ് ഈ ഈവൻറ്റ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഈവൻറ്റിൻ്റെ 3-4 ഇരട്ടി ബഡ്ജറ്റോടെ ചെയ്യുന്ന ഒരു സിനിമയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനും നടക്കാറില്ല. കഥവീട് എന്ന ചിത്രം ഒരു പ്രത്യേക ഫോമാറ്റിൽ ചെയ്തിട്ടുള്ള ചിത്രമാണ്. ഇതിനകത്ത് ആക്ച്വലി MT വാസുദേവൻ നായർ സാർ, മാധവിക്കുട്ടി, വൈക്കം മുഹമ്മദ് ബഷീർ ഇവരുടെയൊക്കെ വളരെ പ്രശസ്തമായ കഥാപാത്രങ്ങളായിട്ടാണ് ലാൽ, ഋതുപർണ സെൻഗുപ്ത, മല്ലിക, മനോജ് K. ജയൻ, ബിജു മേനോൻ, സ്വപ്ന മേനോൻ ഇവരൊക്കെ അഭിനയിക്കുന്നത് ഈ പറയുന്ന ലെജൻസിൻ്റെ കഥാപാത്രങ്ങളായിട്ടാണ്. മാത്രമല്ല തീർച്ചയായും നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയാം, ഈ ഓർക്കുവല്ലപ്പോഴും കഴിഞ്ഞിരുന്ന ആ 2ാമത്തെ സിനിമ മുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് MT സാറിനെ പോയി കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് അത് ഒന്നല്ല പലവട്ടം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ജനശതാബ്ദിയിൽ കയറുക, നേരെ കോഴിക്കോട് പോയിട്ട് MT സാറിനെ കാണുക. അത് പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ സമയം സാറുമായി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. എന്തോ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയാം. സാറിന് എൻ്റെ ഒരു സമീപ്യം സാറിനെ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാറിന് അങ്ങനെ ഞാൻ കൂടെ ഇരിക്കുന്നതിലൊക്കെ സാറിന് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ സാറുമായിട്ടുള്ള നിരന്തരമായ ഈ കൂടിക്കാഴ്ചകളിൽ നിന്നും ഒരു ചർച്ചകളിൽ നിന്നൊക്കെയാണ് ആക്ച്വലി ഈ കഥവീട് എന്നുള്ള ഈ ഫോർമാറ്റിൽ ഒരു വളരെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആലോചിക്കാം എന്ന ഒരു ചിന്തയിലേക്ക് എന്നത്. അത് സാറിനോട് ഞാനിങ്ങനെ ഈ 3 പേരുടെ കഥകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ MT സാറ് തന്നെയാണ്, അപ്പോൾ ആ സാറിന് ആ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. അത് നല്ലതായിരിക്കും, അത് പ്ലാൻ ചെയ്തോളൂ, ഇപ്പോൾ എൻ്റെ തന്നെ ഏത് കഥയാണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞോളൂ എന്നൊക്കെ സാറ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ
വീണ്ടും അതിൻ്റെ കൂടുതൽ കഥകൾ അതിൻ്റെ ഒരു സെലക്ഷനും ഒക്കെ ആയി വരുന്ന ആ ഒരു പ്രോസസ്സിനിടയ്ക്കാണ് സാറ് തന്നെ എന്നോട് പറഞ്ഞത്, വെറുതെ 3 കഥകൾ എന്നുള്ളത് വിട്ടിട്ട് ബന്ധങ്ങൾ അങ്ങനെ അതുമാതിരിയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കഥകൾ എടുക്കൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് വീണ്ടും അതിൻ്റെ ഒരു ആലോചനയിലാണ് ഈ ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത് കൂടുതൽ സ്പെസിഫിക് ആകുന്നത്, ആ ഒരു അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. പിന്നെയാണ് അതിൻ്റെ ഈ 3 കഥകളെയും ബന്ധിപ്പിക്കാൻ 4മതൊരു കഥ കൂടി മനസ്സിലേക്ക് വരുന്നത് അവിടെയാണ്. ഈ 4മത്തെ കഥയാണ് കഥവീട് എന്ന ചിത്രത്തിനെ നമ്മുടെ ഒരു കൺവെൻഷണൽ ആന്തോളജിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും ഇതിനെ ഒരു ഒറ്റ സിനിമയാക്കി മാറ്റുന്നതും. സിനിമയിലും ടീം വർക്ക് പിന്നെ കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെയുള്ളത് സിനിമയിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ കൂടുതൽ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്നുള്ളതിൽ നിന്ന് മാത്രമാണ് ഈ നല്ല സിനിമയോ ഏതൊരു കലാസൃഷ്ടിയും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സംവിധായകൻ എന്നുള്ളതിനുപരി ഞാനിപ്പോൾ എൻ്റെ സിനിമയിലും അതിന് പുറമേയുള്ള ചില സിനിമകളിലുമൊക്കെ ഗാനരചയിതാവ് എന്നുള്ള രീതിയിലുമൊക്കെ ഈ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതുന്ന ഒരു സമയത്തൊക്കെ എനിക്കറിയാം നമ്മളുടെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മളുടെ ഒരു 100% ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളൊരു വിചാരം സിനിമയിൽ കൂടുതലാണ്. അത് സിനിമയിൽ സാങ്കേതിക രംഗത്തും അല്ലെങ്കിൽ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരും ഈ 100% ഡെഡിക്കേഷനുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ കുഞ്ചാക്കോ ബോബൻ എന്നുള്ള ഒരു അഭിനേതാവിൻ്റെയൊക്കെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കൂടെ പ്രവർത്തിക്കുമ്പോഴൊക്കെ അതുപോലെ ഇപ്പോൾ ചാക്കോച്ചൻ്റെ മാത്രമല്ല, ഇപ്പോൾ ബിജു ചേട്ടനൊക്കെ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ചില സമയത്തൊക്കെ. കാരണം ഇപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കാണുന്ന ഒന്നുണ്ടാവുമല്ലോ, ഒരു കഥാപാത്രം ബിഹേവ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ബിജു മേനോനൊക്കെ ചില സമയത്തുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ബിജുവിൻ്റെ കാര്യത്തിലല്ല, ഇപ്പോൾ മനോജ് കെ ജയനും ലാലേട്ടനും ഒക്കെ ഈ പറയുന്ന രീതിയിൽ എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലുണ്ടാകും ഇങ്ങനെയാണ് ആ കഥാപാത്രം ഒരു പ്രത്യേക ഘട്ടത്തിൽ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ പെർഫോം ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് ഈ ആർട്ടിസ്റ്റുകൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കും പോവുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും പലപ്പോഴും അതിൻ്റെ ശരി. കാരണം അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് എത്രത്തോളം ഈ പറയുന്ന രാജ് കാർത്തിയും ബാലചന്ദ്രനും ഖാദറും മേജറും ഒക്കെ എൻ്റെ മനസ്സിൻ്റെ ഭാഗമായിരുന്നു, അതുപോലെ ഇതേ കഥാപാത്രങ്ങൾ അവരും ഉള്ളിലേക്ക് മുഴുവൻ ആവാഹിച്ചതിന് ശേഷമാണിത് പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ ഉള്ളത് ഈ നമ്മുടെ ഏതൊരു കലാകാരനും അങ്ങനെയുള്ള ഒരാൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സിനിമ സംവിധായകൻ്റെ കലയാണ്, അത് എഴുതിയതും അയാളാണെങ്കിൽ, കാരണം അങ്ങനെയാണെങ്കിൽ അയാൾക്കത് കൂടുതൽ നെഞ്ചുറപ്പോടെ അയാൾക്കത് പറയാൻ സാധിക്കും ഇത് എൻ്റെ കലയാണ് എന്ന്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 രീതിയിലുള്ള സിനിമകളുണ്ട്. ഒരു സിനിമ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ അയാളുടെ ഉള്ളിൽ നിന്ന് അവിടെ ഉരുകിത്തെളിഞ്ഞ് പുറത്തേക്ക് വരുന്ന സിനിമ. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകനോടൊപ്പം വരുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു സമൂഹ മനസ്സിനെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബോധത്തെ മുന്നിൽ കണ്ട് ആ ഒരു മുൻവിധിയോടെ ഇതാണ് സമൂഹത്തിന് ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ജനത്തിന് ഇതാണ് ആവശ്യം എന്നുള്ള മുൻവിധിയോടെ നിർമ്മിക്കുന്ന സിനിമ. ഇങ്ങനെ 2 രീതിയിലുള്ള സിനിമകളുണ്ട്. പക്ഷേ ഈ 2 സിനിമകളും 2 പേരും ഡ്രൈവേഴ്സാണ് അല്ലേ. 2 സിനിമകളുടെയും ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന അവരാണ് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. 2 പേരും വണ്ടി ഓടിച്ച് ഇറങ്ങുന്നത് ഒരേ നിരത്തിലേക്കാണ്, ഒരേ റോഡിലേക്കാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു വ്യത്യാസം ഈ രണ്ടാമത് പറഞ്ഞ ഇപ്പോൾ സമൂഹ മനസ്സിനെ മാത്രം മുന്നിൽ കണ്ട് സിനിമ നിർമ്മിക്കുന്ന സംവിധായകനോ എഴുത്തുകാരനോ ആരാണെങ്കിലും അതിൻ്റെ ക്രിയേറ്റർ ആരാണെങ്കിലും അയാൾ ഹീസ് ലൈക്ക് എ ബസ് ഡ്രൈവർ. ഇപ്പോൾ നമ്മൾ KSRTC ബസ്സും ഓടിച്ച് നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരാളെ പോലെയാണ്. പെട്ടെന്ന് ഇതിൽ കൃത്യമായി ആൾ കയറാതെ വരികയാണെങ്കിൽ ആ ബസ് റൂട്ട് നിർത്തലാക്കും അല്ലേ, ഇയാളുടെ പണി പോകും. പക്ഷേ ആദ്യത്തെ ആൾ ഒരു സ്വയം വാഹനം ഓടിച്ച് ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അയാളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് തീരുമാനിക്കേണ്ടത് സംവിധായകൻ തന്നെയാണ്. ഞാൻ ചെയ്യേണ്ടത് എൻ്റെ സിനിമയാണോ അതോ ഒരു സ്റ്റാറിൻ്റെ സിനിമയാണോ
അതോ ഒരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ജനത്തിനെ മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു സിനിമയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെ വളരെ വ്യക്തിപരമായി ഒരു സംവിധായകൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.